വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 3rd സെമസ്റ്റർ അപ്രിസിയേഷൻ ഓഫ് മോഡേൺ അറബിക് പോയട്രി ബ്ലോക്ക് 2 അതിലെ 2.2.4 അൽ ഫിഖ്റ അർ-റാബിഅ നാലാമത്തെ ഒരു സ്റ്റാൻസയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഖലീൽ മിത്രാൻ കവി തൻ്റെ സങ്കടങ്ങളും വേദനകളും കടലോര പ്രദേശത്തിരുന്ന് കടലുമായിട്ടും പ്രകൃതിയുമായിട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ കവി തുടരുകയാണ്. യാലൽ ഗുറൂബി വമാ ബിഹി മിൻ അബ്റത്തിൻ ലിൽ മുസ്തഹാമി വഇബ്റത്തിൻ ലിർറായി. യാലൽ ഗുറൂബി, അതൊരു ഉസ്ലൂബ് തഅജ്ജുബാണ്, അത്ഭുതപ്പെട്ട് പറയാണ്. അബ്റ ഇബ്റ, അബ്റ എന്ന് പറഞ്ഞാൽ ദംഅ കണ്ണുനീര്, ഇബ്റ എന്ന് പറഞ്ഞാൽ പാഠങ്ങൾ, ഗുണപാഠങ്ങൾ. മുസ്തഹാം, മുസ്തഹാം എന്ന് പറഞ്ഞാൽ മുഹിബ്ബുൽ മുഷ്താഖ്, ഒരു കാമുകൻ. റായി എന്ന് പറഞ്ഞാൽ അന്നാദിറുൽ മുതഅമ്മിൽ, നോക്കിക്കാണുന്നവൻ, ചിന്തിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. കവിയുടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, അസ്തമയ സമയത്താണ് കവി ഇരിക്കുന്നത്. സൂര്യൻ അസ്തമിച്ച് കടലിനോട് വിട പറഞ്ഞു പോവുകയാണ്. ആ സന്ദർഭത്തെ പറ്റി പറയാണ്. യാലൽ ഗുറൂബി, ഈ ഒരു അസ്തമയത്തിന്, അസ്തമയമേ, വമാബിഹി മിൻ അബ്റ, എന്തുമാത്രം കണ്ണുനീരുകൾ അവിടെയുണ്ട്. ലിൽ മുസ്തഹാം, ആർക്ക്? മുസ്തഹാമിന്. മുസ്തഹാമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, കാമുകനായി ജീവിക്കുന്നവന് എന്തുമാത്രം ഗുണപാഠങ്ങളാണ്. അബ്റ, എന്തുമാത്രം കണ്ണുനീരുകളാണ് അവിടെയുള്ളത്. വഇബ്റത്തിൽ ലിർറായി, ഈ രംഗം നോക്കിക്കാണുന്നവനാവട്ടെ ഒരുപാട് പാഠങ്ങളുണ്ട് അല്ലേ. വേർപാടിൻ്റെ വേദനകളെ, പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ബന്ധങ്ങൾ മുറിഞ്ഞു പോകുമ്പോൾ, അകലുമ്പോഴുണ്ടാകുന്ന വേദനകൾ, അതിലുണ്ടാകുന്ന പാഠങ്ങൾ, അവിടെ ഉണ്ടാകുന്ന കണ്ണുനീരുകൾ, ഇതാണ് കവി ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അജബൻ ലിൽ ഗുറൂബി വമാ യഹ്മിലു മിൻ മആനി മുഖ്തലിഫ, ഇത്തരം അസ്തമയ സന്ദർഭത്തിൽ വ്യത്യസ്തങ്ങളായ ആശയങ്ങളുണ്ട് എന്ന കാര്യം അത്ഭുതം തന്നെ. ഫഹുവ യുഹർരികു ബിഹാറൽ ഹുസ്നി ഫീ നഫ്സിൽ ആശിഖി, കാമുകൻ്റെ മനസ്സിൽ ദുഃഖത്തിൻ്റെ കടലുകളെ ചലിപ്പിക്കാൻ, അലയടിക്കാൻ അത് കാരണമാകുന്നു. ഫയുബ്കി, അതവനെ കരയിക്കുന്നു. വയുഹീലുൽ മുതഅമ്മില ബിമആനി വഇലാത്തിൻ ബാലിഗ, ചിന്തിക്കുന്നവരാകട്ടെ ഒട്ടനവധി ആശയങ്ങളും ഒട്ടനവധി ഗുണപാഠങ്ങളും അതിൽ അടങ്ങിയിട്ടും ഉണ്ട്. കവി തുടരുകയാണ്. അവലൈസ നസ്അൻ ലിന്നഹാരി വസറഅതൻ ലിശംസി ബൈന മആതിമിൽ അദ്വാഇ. അവലൈസ, അല്ലയോ, നസ്അൻ, നസ്അൻ എന്ന് പറഞ്ഞാൽ അന്നസ്ഉ ഖുറൂജുർ റൂഹി വൽ ഇശ്റാഫി അലൽ മൗത്ത്, ആത്മാവിൻ്റെ ഊരിപ്പോവലാണ്, മരണത്തിൻ്റെ വരവാണ്. വൽ മുറാദ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നൽ ഗുറൂബ നിഹായത്തുൻ നഹാർ, അസ്തമയം അത് പകലിൻ്റെ സമാപനമാണ്, അന്ത്യമാണ്. പിന്നെ വസറഅ, സറഅ എന്ന് പറഞ്ഞാൽ മൗതൻ, അൽ മുറാദ് ഇഖ്തിഫാ, ഇവിടെ മരണം എന്നാണ് പറഞ്ഞതെങ്കിലും അത് ഉദ്ദേശം മറഞ്ഞു കിടക്കൽ എന്നാണ്. ലിശംസ് ബൈന മആതിം, മഅ്തം ജംഉ മആതിം, മഅ്തം എന്ന് പറഞ്ഞാൽ ഇജ്തിമാഉൻ നാസി ലിതഅസിയത്തിൽ മയ്യിത്ത്, മരിച്ച ആൾക്ക് വേണ്ടി, അയാളുടെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ഒരുമിച്ച് കൂടുക, അതിനാണ് മഅ്തം എന്ന് പറയാം. ഇത്തരം മഅ്തം സദസ്സുകളൊക്കെ ചിലർ സംഘടിപ്പിക്കാറുണ്ട്. പല അദബിലെ പല വായനകളിൽ നമുക്കത് പല നാട്ടിലെയും ആചാരങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റും മഅ്തമുകൾ സംഘടിപ്പിക്കുന്നത്. അദ്വാ, അദ്വാ ലൗഇൻ ജംഅ അദ്വാ, വെളിച്ചങ്ങൾ. അപ്പോൾ കവി പറയാണ്, അപ്പോൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു, അത് പാഠങ്ങളുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, ഒരു ക്വസ്റ്റ്യനാണിത്. അവലൈസ നസ്അൻ ലിന്നഹാരി വസറഅതൻ ലിശംസ്, സൂര്യൻ്റെ അസ്തമയത്തിൽ അല്ലെങ്കിൽ സൂര്യൻ്റെ മരണത്തിൽ, അഥവാ സൂര്യൻ മറഞ്ഞു കിടക്കുന്നതിൽ, അതേപോലെ പകലിൻ്റെ മരണത്തിൽ, പകലിൻ്റെ ആത്മാവിൻ്റെ ഊരിപ്പോകലിൽ, അഥവാ പകൽ നീങ്ങിപ്പോകലിലൊക്കെ ഇല്ലയോ. ബൈന മആതിമിൽ അദ്വാഇ, മആതിമിൽ അദ്വാ, വെളിച്ചങ്ങളുടെ, പ്രകാശങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി വന്ന, സംഘടിച്ചിട്ടുണ്ട്. വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളാണ് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഇളം മഞ്ഞ, അതുപോലെ സ്വർണ്ണവർണ്ണം, പല നിലക്കുള്ള നിറങ്ങൾ നമുക്ക് ആ കടലോര പ്രദേശത്ത് കാണാൻ സാധിക്കും. അവരൊക്കെ വന്നത് എന്തിനാണ്? ആ നിറങ്ങളും ആ വർണ്ണങ്ങളും അവിടെ വന്നിട്ടുള്ളത് സൂര്യൻ മരിച്ചു, അതേപോലെ പകൽ മരിച്ചു. ഈ മരിച്ചതിൻ്റെ ബാക്കിയുള്ളവർക്ക് വേണ്ടി സമാധാനത്തിൻ്റെ വാക്ക് പറയാൻ, തഅസിയത്തിന് വേണ്ടി വന്നതാണെന്ന കവി പറയുന്നത്. അപ്പോൾ അതല്ലയോ, അങ്ങനെയല്ലയോ എന്ന് കവി ചോദിക്കുകയാണ്. അതായത് പ്രഭാതത്തിൻ്റെ, പകലിൻ്റെ നീങ്ങിപ്പോകലും സൂര്യൻ്റെ ഒളിഞ്ഞു കിടക്കലും അത് ഉണ്ടായിട്ടില്ലയോ എവിടെ? ബൈന മആതിമിൽ അദ്വാഇ, ഈ വെളിച്ചങ്ങൾ സമാശ്വാസ വാക്ക് പറയാൻ സംഗമിച്ചതും അതിനിടയിൽ ഇതെല്ലാം സംഭവിച്ചിട്ടില്ലയോ?
യഖൂലു ഷാഇർ, ഷാഇർ പറയാണ്, ഹാദൽ മസാഉ ഫീഹി നിഹായത്തുൽ ലിന്നഹാർ, ഈ വൈകുന്നേരത്തിതാ പകലിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നു. അല്ലദീ കാന മുംതലിഅൻ ബിമലാഹിൽ ഹയാത്തി വമൗതുൽ ലിശംസ്, ജീവിതത്തിൻ്റെ പ്രതിഭാസങ്ങൾ നിറഞ്ഞുകിടന്നിരുന്ന പകലാണത്. അതോടൊപ്പം വമൗതുൽ ലിശംസ്, സൂര്യൻ്റെ മരണവും, വൽ അദ്വാഉൽ ഖാഫിതത്ത് തുബ്കീഹാ, ഈ മങ്ങിയ പ്രകാശങ്ങളാവട്ടെ അവരെ ഓർത്തു കരയാണ്. വഹിയ തുശയ്യിഉഹാ, ആ പ്രകാശങ്ങൾ സൂര്യനെയും പകലിനെയും അന്ത്യയാത്രകൾ അർപ്പിക്കുകയാണ്. അവസാനത്തെ വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിച്ച് അവരെ യാത്രയാക്കുകയാണ് എന്ന് കവി പറയാണ്. കവി തുടരുകയാണ്, അവലൈസ തംസൻ ലിൽ യഖീനി വമബഅസൻ ലിശ്ശക്കി ബൈന ഗലാഇലിൽ ളൽമാഇ. തംസ് എന്ന് പറഞ്ഞാൽ മഹ, തംസൻ മഹൻ, നീങ്ങിപ്പോകൽ, മാഞ്ഞുപോകൽ. ഗലാഇൽ ജംഉ ഗിലാല, സൗബൻ റഖീഖ് യൽബസ് തഹ്ത അദ്ദിസാർ, നേരിയ കട്ടി കുറഞ്ഞ വസ്ത്രത്തിനാണ് ഗലാഇൽ, ഗിലാല എന്ന് പറയാം. അപ്പോൾ കവി ചോദിക്കാണ്, അവലൈസ തംസൻ ലിൽ യഖീൻ, ഇങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ഒരു മങ്ങിയ കാഴ്ചകളിലേക്ക് മാറി നിൽക്കുമ്പോൾ പ്രപഞ്ചത്തിലൊന്നും പിന്നെ കാണാൻ കഴിയുന്നില്ല. അതേ, അവലൈസ തംസൻ ലിൽ യഖീൻ, യഖീനിൻ്റെ നീങ്ങിപ്പോവൽ സംഭവിച്ചില്ലേ. യഖീൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉറച്ച് ബോധ്യപ്പെടുന്ന കാര്യം. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതൊക്കെ യഖീനായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. പക്ഷേ സൂര്യൻ അസ്തമിക്കുന്നതോടെ എല്ലാം അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ യഖീൻ മാഞ്ഞു പോയില്ലയോ. വമബഅസൻ ലിശ്ശക്ക്, യഖീന് പോയാൽ പിന്നെ അവിടെ എന്താ വരിക? ഉറപ്പ് പോയാൽ പിന്നെ സംശയങ്ങളാണ് വരിക. വമബഅസൻ ലിശ്ശക്ക്, സംശയങ്ങൾ അവിടെ ഉടലെടുത്തില്ലയോ. ബൈന ഗലാഇലിൽ ളൽമാഇ, ഈ ഇരുട്ടിൻ്റെ മങ്ങിയ വസ്ത്രം, ചെറിയ നിലക്ക് ഇരുട്ട് പരന്നു തുടങ്ങിയിട്ടുണ്ട്. ആ ഇരുട്ടിൻ്റെ മങ്ങിയ വസ്ത്രങ്ങൾക്കിടയിൽ സംശയങ്ങളല്ലേ പിന്നീട് ഉദിച്ചുയർന്നത്. അവിടെയുണ്ടായിരുന്ന യാഥാർത്ഥ്യങ്ങളൊക്കെ അസ്തമിച്ചു പോയല്ലോ. യഖൂലു ഷാഇർ, ഷാഇർ പറയാണ്, ഇന്നൽ ഗുറൂബ യഖൂമു ബിതംസിൽ യഖീൻ, ഈ ഒരു അസ്തമയം സംഭവിച്ചപ്പോൾ ഇതാ യാഥാർത്ഥ്യങ്ങൾ മാഞ്ഞുപോയിരിക്കുന്നു. യബ്അസു ശക്ക ഫിൽ ളലാം, ആ ഗുറൂബാവട്ടെ അത് യുബ്ഇസു ശക്ക, അത് സംശയങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു ഈ ഇരുട്ടിൻ്റെ സന്ദർഭങ്ങളിൽ. കവി തുടരുകയാണ്, സൂര്യാസ്തമയത്തിനു ശേഷമുണ്ടായ മാറ്റങ്ങളെ കവി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവലൈസ മഹ്വൻ ലിൽ വുജൂദി ഇലാ മദൻ വഇബാദതൻ ലിമആലിമിൽ അശ്യാഇ. അവലൈസ മഹ്വൻ ലിൽ വുജൂദ്, ആദ്യം പറഞ്ഞു സൂര്യൻ മരിച്ചുപോയി, പിന്നീട് പറഞ്ഞു ഒരുപാട് സംശയങ്ങൾ ജനിച്ചു. അല്ല, കവി അവരപ്പുറം ചിന്തിക്കുകയാണ്. അവലൈസ മഹ്വൻ ലിൽ വുജൂദ്, ഈ പ്രപഞ്ചം തന്നെ നീങ്ങിപ്പോയില്ലേ, ഈ പ്രപഞ്ചം തന്നെ മാഞ്ഞുപോയില്ലേ. ഇലാ മദൻ, എന്നേക്കും ഒരു കാലത്തേക്ക് അത് നീങ്ങിപ്പോയില്ലേ. വഇബാദതൻ ലിമആലിമിൽ അശ്യാഇ, എല്ലാ വസ്തുവിൻ്റെയും ശേഷിപ്പുകളും അടയാളങ്ങളും ഇതാ തകർക്കപ്പെട്ടിരിക്കുന്നു, അതൊന്നും കാണാനില്ല. ഇബാദ, ഇഹ്ലാഖ്, തദ്മീർ, തകർക്ക, ഈ പ്രപഞ്ചം തന്നെ കാണാതെ ഇരുട്ടിൽ മാത്രം മൂടിക്കൊണ്ടിരിക്കുകയാണ്. യഖൂലു ഷാഇർ ഇന്നൽ ഗുറൂബ യംഹുൽ വുജൂദ്, കവി പറയാണ്, അസ്തമയം പ്രപഞ്ചത്തെ തന്നെ മായിച്ചു കളഞ്ഞു. ഹൈസ യഖൂം ബിഇഖ്ഫാഇൽ മആലിമിൽ ഖാസ ബിൽ മൗജൂദാത്തി ഫിൽ കൗൻ, ഈ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന എല്ലാ പ്രത്യേകമായ വസ്തുക്കളുടെ അടയാളങ്ങളെയൊക്കെ അത് മറച്ചു കളഞ്ഞിരിക്കുന്നു, അതൊന്നും കാണാനില്ല. എത്രത്തോളം മറഞ്ഞു പോവുകയാണ് കവിക്കറിയാം. പിന്നീട് അത് സൂര്യ ഉദയത്തിലാണ് പിന്നീട് അത് പുറത്തു വരുള്ളൂ. അതുവരെ ഇവിടെ ഒന്നും ഇല്ല, ഈ പ്രപഞ്ചത്തിൽ പിന്നെ ഒന്നുമില്ല, ശൂന്യതയിലാണ്. കവിയുടെ മനസ്സിൽ കവിക്കുണ്ടായ വേദനകളെ എല്ലാം ഇറക്കി വെച്ച് പിന്നെ മനസ്സ് വെറും ശൂന്യമാകുന്നത് പോലെ കവി ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹത്താ യകൂന അന്നൂറു തജ്ദീദൻ ലഹാ വയകൂന ശിബ്ഹൽ ബഅസി ഔദു സുകാഇ. ഹത്താ, ഏതുവരെ? യകൂനു അന്നൂറു, പ്രകാശമാകുന്നത് വരെ, തജ്ദീദൻ ലഹാ, പുതിയതായി പ്രകാശം വരുന്നത് വരേക്കും ഇവിടെ പിന്നെ ഒന്നുമില്ല, അല്ലേ, ഒന്നുമില്ലാത്ത അവസ്ഥ. വയകൂനു ശിബ്ഹൽ ബഅസി ഔദു സുകാഇ, പിന്നീട് വീണ്ടും ഒരു പുനർജീവിതം സംഭവിക്കുന്ന എപ്പോഴാണ്? ഔദു ദുകാഇ, ദുകാഇൻ്റെ മടങ്ങി വരവിലാണ്. ദുകാ ഇസ്മൻ ആഖർ ലിശംസ്, സൂര്യൻ്റെ വേറൊരു പേരാണ്. അപ്പോൾ ഇവിടെ ഓരോ സൂര്യാസ്തമയങ്ങളിലും
ഓരോ ജീവിതങ്ങൾ ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ മനുഷ്യൻ്റെയും അസ്തമയമാണ് യഥാർത്ഥത്തിൽ സൂര്യാസ്തമയം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. കവിയാകുന്ന ഞാൻ, എൻ്റെ മനസ്സിൻ്റെ വേദനകൾ, എൻ്റെ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ, അതേ ഇതെല്ലാം ഈ സൂര്യൻ വേർപിരിഞ്ഞപ്പോൾ, അസ്തമിച്ചു പോയപ്പോൾ പോകുന്ന പോലെ ഒരു നിമിഷത്തേക്ക് എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴനുഭവിക്കുന്ന ശൂന്യത ഞാനവിടെ ചെലവഴിക്കുമ്പോൾ ഒരു പക്ഷേ കുറച്ച് സമയത്തേക്ക് എനിക്ക് കിട്ടും. എന്നാൽ വീണ്ടും പുതിയ ജീവിതം, പുതിയ പുതുമകൾ, അല്ലെങ്കിൽ പഴയ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരിച്ചുവരവുണ്ട്. പൂർണ്ണമായിട്ടുള്ളൊരു മോചനം എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന്, മനസ്സിൻ്റെ വേദനകളിൽ നിന്ന് എനിക്ക് സാധ്യമാകുന്നില്ല. ശരീരത്തിൻ്റെ വേദനയെ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിൻ്റെ വേദനയാണ് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന്. അത് ഏതുപോലെയാണ്? ഹത്താ യകൂന അന്നൂറു തജ്ദീദൻ ലഹാ വയകൂന ശിബ്ഹൽ ബഅസ് ഔദു ദുകാഇ. യഖൂലു ഷാഇർ പറയാണ്, ഹാദ ശക്കു യസ്തമിറു, ഈ ഒരു ഡൗട്ട്, ഈ ഒരു ഇല്ലായ്മ, ഈ ഒരു ശൂന്യത ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇലാ അയ്യതിയ സ്വബാഹ്, പ്രഭാതം വരുന്നതുവരെ, വയുഈദുൻ നൂർ, വെളിച്ചം കൊണ്ടുവരുന്നത് വരെ, അൽ അഷിയാ, എല്ലാ വസ്തുക്കളെയും, വമആലിമഹ, അതിൻ്റെ അടയാളങ്ങളെയും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു ഫിഖ്റ, അടുത്ത ഭാഗത്ത് നമുക്ക് സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.